പമ്പാതീരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുന്നു. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന UDF നേതാക്കളുടെ പ്രതികരണങ്ങളെ തള്ളി സർക്കാരും CPIയും രംഗത്തെത്തി. വിമർശകർക്ക് രാഷ്ട്രീയ ദുഷ്ടലാക്കെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രചരിക്കുന്ന ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിതമാകാമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിചിത്ര വിശദീകരണമായി നൽകി. ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ ആ വിമർശകർക്കുമെല്ലാം തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടലാക്കും അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് വരുന്നത്. ഇവിടെ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ ദുഷ്ടലാക്കില്ലെന്ന് മാത്രമല്ല, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ അവർ ശ്രമിച്ച് ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ച് അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ, വേണമെങ്കിൽ AE ഉപയോഗിക്കാം. നിങ്ങൾക്ക് AE ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ മേലെ നിങ്ങൾ 460 ചുരുക്കണം. നിങ്ങൾ കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. BJPയും RSSുമായും CPIMന്റെ ബാന്ധവം പുറത്തുവരുന്നതാണ് ആഗോള അയ്യപ്പ സംഗമമെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ ഇതിന്റെ ഭാഗമാണെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ CPIMന്റെ നേതൃത്വവും കേന്ദ്ര BJP നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം ഇന്നലത്തെ സംഭവത്തിലൂടെ മറനീക്കി പുറത്തു വരുന്നുണ്ട്. BJP പ്രത്യക്ഷത്തിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ബദൽ ആഗോള അയ്യപ്പ സംഗമം വിളിക്കാൻ വേണ്ടി അയ്യപ്പ സംരക്ഷണ സംഗമം വിളിക്കുകയും ചെയ്യുന്നു. ആ BJPയുടെ സംസ്ഥാന ഘടക നേതൃത്വം കൊടുക്കുന്ന അതേ BJPയുടെ UP സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശം അയച്ചത് എന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ അവിഹിതമായ കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അയവില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ സാമുദായിക സംഘടനാ നേതാക്കളെ വേദിയിലെത്തിക്കാൻ കഴിഞ്ഞു. 4126 പേർ പങ്കെടുത്തു എന്നുള്ള കണക്ക് നിരത്തിക്കൊണ്ടൊക്കെയാണ് ദേവസ്വം മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. പക്ഷേ നേരത്തെ വന്ന ഒഴിഞ്ഞ കസേരകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ വിമർശനങ്ങൾ, സൈബർ ഇടങ്ങളിൽ ഈ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടിയുള്ള കോൺഗ്രസിന്റെ വിമർശനം, അങ്ങനെ സജീവമായി ഈ വിവാദം വീണ്ടും നിൽക്കുകയാണല്ലോ ഉമേഷ് ബാലകൃഷ്ണൻ. തീർച്ചയായും രഞ്ജിത്ത്, വീണ്ടും രാഷ്ട്രീയ വിവാദത്തിലേക്ക് ആഗോള അയ്യപ്പ സംഗമം മാറിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമായി 2 വിഷയങ്ങളാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഒന്ന്, ആഗോള അയ്യപ്പ സംഗമത്തിൽ 3000 പേർക്ക് മാത്രമേ 3000 പേർ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം പക്ഷേ വന്നത് ഏകദേശം 600-ൽ താഴെ ആളുകൾ മാത്രമാണ് എന്നും അതിൽ പൂർണ്ണമായി കാലിക്കസേരകൾ മാത്രമായിരുന്നു എന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് പൂർണ്ണമായി ആളുകൾ ഒഴിഞ്ഞുപോയി എന്നായിരുന്നു വിമർശനം. അതുകൂടാതെയാണ് ഈ സംഗമവേദിയിൽ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുകയും ചെയ്തു. അത് BJP CPM ബാന്ധവത്തിന്റെ തെളിവായിട്ടും UDF നേതാക്കൾ ആരോപിക്കുന്നു. എന്നാൽ സർക്കാർ ഇതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രി പറയുന്നത് 4100-ലധികം ആളുകൾ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. ഈ ഒഴിഞ്ഞ കസേരകൾ കണ്ടത്, അതായത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് 3 സെഷനുകളാണ് നടത്തിയത്. 3 സെഷനുകളിലേക്ക് ആളുകൾ മാറിപ്പോയത് കൊണ്ടാണ് ഒഴിഞ്ഞ കസേരകൾ കണ്ടത്. അല്ലാതെ പൂർണ്ണമായി ആളുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് ആരും പോയിട്ടില്ല എന്നും ദേവസ്വം മന്ത്രി VN വാസവൻ ന്യായീകരിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച പ്രതികരണം ചോദിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ക്ഷുഭിതനായാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ 4600-ഓളം പേർ ഈ സംഗമത്തിൽ പങ്കെടുത്തു. 3000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 4600-ഓളം പേർ പങ്കെടുത്തത് ചെറിയ കുറവായി പോയി എന്ന് പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒഴിഞ്ഞ കസേരകൾ കാണിച്ചത് എന്നുള്ള വിമർശനം, അത്തരമൊരു വിചിത്ര ന്യായീകരണവും കൂടിയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. അതിനുശേഷം തുടർ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാതെ ക്ഷുഭിതനായി മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി.
എന്തായാലും വിവാദം തുടരും. നിലവിലെ സാഹചര്യത്തിൽ അയ്യപ്പ സംഗമം പരാജയമാണ് എന്നുള്ള പ്രചാരണം ഉയർത്തിക്കൊണ്ട് CPM കോൺഗ്രസ് ഒരു ഭാഗത്ത് ശക്തമായി സർക്കാരിനെതിരെ വിമർശനവുമായി മുന്നോട്ട് പോകും. നാളെയാണ് ഇനി പന്തളത്ത് ഇതിനൊരു ബദൽ അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. അത് ഏത് രീതിയിൽ പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളതും ഈ ഒരു വിവാദത്തിന്റെ തുടർ ചലനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. രജിത്ത്, ഉമേഷ്, ഈ അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥിന്റെ ആശംസ വന്നത് ഒരു രാഷ്ട്രീയ നേട്ടമാക്കി CPIM സർക്കാരൊക്കെ അവതരിപ്പിച്ചിരുന്നു. നാളത്തെ ബദൽ സംഗമത്തിനും ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ആശംസ വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ? തീർച്ചയായും, കാരണം രണ്ട് കാര്യങ്ങളാണ് സർക്കാർ വലിയ നേട്ടമായി പറയുന്നത്. ഒന്ന്, സമുദായ സംഘടനാ നേതാക്കളെ, പ്രത്യേകിച്ച് ഈ പരിപാടിയിലേക്ക് എത്തിയ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തിയ, മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയ വരവും ഒപ്പം NSSന്റെ പ്രതിനിധി എത്തിയതും എല്ലാം ഒരു വലിയ നേട്ടമായി CPM കരുതുന്നുണ്ട്. അതോടൊപ്പം BJP പൂർണ്ണമായി ഈ സംഗമം ബഹിഷ്കരിക്കുകയും BJPയുമായി ചേർന്ന് നിൽക്കുന്നവർ കോടതിയിലടക്കം പോയി ഈ സംഗമം തടയണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തപ്പോഴും അത് BJP നേതാക്കളെല്ലാം തങ്ങളുടെ വലിയ നേതാവ് ഒപ്പം ആത്മീയ നേതാവ് കൂടിയായി കാണുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഒരു സന്ദേശം വായിക്കാൻ കഴിഞ്ഞത് BJP ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ നടത്തിയ പ്രചാരണങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് CPM എന്തായാലും ഇതിനെ വിലയിരുത്തുന്നത്. ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഒപ്പം SNDP നേതൃത്വത്തിൻ്റെയും NSS നേതൃത്വത്തിൻ്റെയും സഹകരണം, അത് ഈ ഒരു എല്ലാ എതിർ സ്വരങ്ങളും മറികടന്നുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വിജയമായും വിലയിരുത്തുന്നു. എന്തായാലും ഈ രീതിയിലുള്ള വിലയിരുത്തലുമായി സർക്കാരും ഇടതുപക്ഷവും മുന്നോട്ട് പോകുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട്. നാളെ ഇനി പന്തളത്ത് നടക്കുന്ന ചടങ്ങിലും സമാനമായി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കും. സ്വാഭാവികമായി അത് വായിച്ചാലും സർക്കാർ പറയുന്ന ന്യായീകരണങ്ങൾക്ക്, അല്ലെങ്കിൽ സർക്കാർ നിരത്തുന്ന ഈ വിജയം എന്ന് പറയുന്ന ന്യായീകരണങ്ങൾക്ക് ഈ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അതൊരു പ്രധാന ഘടകമായി തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആദ്യം ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതി വരെ പോയതും BJPയുമായി ബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അത് ഇത്തരത്തിൽ പല രീതിയിലും ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതിനെല്ലാം ഏറ്റ തിരിച്ചടിയാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം തന്നെ അവിടെ വായിക്കാൻ കഴിഞ്ഞത് എന്നുള്ള വിലയിരുത്തലും എന്നുള്ള പ്രചാരണമാണ് CPM നടത്തുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.